ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എന്താണെന്ന് കാണാം നമുക്ക്. ഹായ് ഗായ്സ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ നിന്നല്ല, ഇതിപ്പോൾ വീടിൻ്റെ സൈഡല്ല, ഫ്രണ്ടിൽ ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ചേച്ചിയൊക്കെ പറഞ്ഞു പാലക്കാടൻ ഗ്രാമം അങ്ങനെ ഇതൊക്കെ കാണിക്കാം, വീടിൻ്റെ ഫ്രണ്ടിലെ കുളമൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ബാക്കിൽ പാടമാണ്, അവിടെ എന്താ ഇങ്ങനെ ഞാറ് നടുന്ന ഒരു ഇതാണ് കാണുന്നത്. ഫോണത്ര ക്ലാരിറ്റി ഇല്ല, അപ്പം നേരെ കാണില്ല. അപ്പോൾ നമ്മുടെ പാലക്കാടൻ ഗ്രാമീണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞതാണല്ലോ, ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താ എന്തോ എനിക്കെന്തും പറയാം. അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുളം എന്ന് പറയുന്നത്. കുളത്തിൽ മീനെല്ലാം ഉണ്ട്. ഇവിടെ കുളിക്കാനെല്ലാം ആളുകൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും വെള്ളം, അല്ലെങ്കിൽ ആൾമോസ്റ്റ് ആ പുല്ലിൻ്റെ അവിടെയൊക്കെ ആയിരിക്കും വെള്ളം എന്ന് പറയണത്. വേനൽക്കാലമായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടോ കുറേ മീനുണ്ട്. അപ്പം എന്താ പറയുക, ഇതൊക്കെയാണ് ഇപ്പോൾ പാലക്കാടൻ ഗ്രാമം എന്ന് പറയുന്നത്. ഇത് അവിടെ പാടവും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അടുത്ത് പോയി കാണാം. ഇതാ ഗൈസ്, അപ്പോൾ ഇതാ കണ്ടോ, ടൈം 4 മണിയായില്ലേ. അപ്പോൾ ഇപ്പം 4 മണിയാണ്, ഒരു ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാറെല്ലാം നട്ട് അവിടെ ഉള്ള വലിയമ്മ, കുറച്ച് പേര് വലിയമ്മമാരെല്ലാം അവരെ വീടുകളിലേക്ക് പോകുന്നു. ഇതാണ് പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഫുള്ളും പച്ചപ്പാണ്. ഇതാ കണ്ടോ, ഫുള്ളും പച്ചപ്പാണ്, ഫുള്ളും പാടവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ട്രാക്ടറുടെ ടയറും അതിൻ്റെ എന്തോ സാധനം ഉഴുതു മറിക്കുന്നതിൻ്റെ എന്തോ പാർട്സാണത്. അപ്പോൾ ഇതാ പിന്നെ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഇതൊരു സുന്ദരമായ ഒരു കാഴ്ചയാണ്. ഇത് പാലക്കാടുകളിൽ മാത്രമേ കാണാൻ പറ്റൂ, വേറെ എവിടെയും കാണാൻ പറ്റുമായിരിക്കും. എന്നാലും ഈ പാലക്കാടിൽ ഇത് കാണുന്നത് എന്താ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എനിക്ക് വൈകിയ നമ്മുടെ പാലക്കാട് എന്തായാലും ഭയങ്കര വൈകിയ കാര്യങ്ങളൊക്കെയാണ്. ഇതാ ഫുള്ളും ഞാറെല്ലാം നെട്ട് ഇതൊക്കെ ആയിരിക്കുകയാണ്. തെങ്ങും കരിമ്പനകളും. പന കുറച്ച് അപ്പുറത്താണ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നോ അറിയില്ല, ആ സൈഡാണെന്ന്. അപ്പോൾ ഇതാണ് പനയാണ്, പിന്നെ ഫുള്ളും തെങ്ങ് അങ്ങനെയൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ പാലക്കാടൻ ഗ്രാമം എന്ന് പറയുന്നത്. പിന്നെന്താ കുശലം പറയാൻ കുറച്ച് വലിയമ്മമാരും പിന്നെന്താ അമ്മൂമ്മമാരും എല്ലാവരും ഇങ്ങനെ വരും. അതൊക്കെയാണ് ഈ പാലക്കാടൻ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. എന്താ ഇതൊക്കെയാണത്. ബാക്കിൽ ഭയങ്കര വെയിലുണ്ട്. ബാക്കിൽ കാണുന്നതാണ് കുളം. പിന്നെന്താ ഇത് പാലക്കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം ഈ മുള്ളു വേലിയും കാര്യങ്ങളൊക്കെ ഈ പാലക്കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് പാലക്കാടിൻ്റെ ഒരു തനിമ മഹത്വത്തിന് എടുത്തു പറയുന്നതാണ്. അത് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്യാൻ കാരണം കുളത്തിലേക്ക് ഒരു ആൻറ്റി അലക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കണ്ടത് അങ്ങനെ ഓഫെല്ലാം ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാട് ചെയ്ത ഈ മുള്ളുവേലിയൊക്കെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേ കാണാൻ പറ്റുള്ളൂ. കൂടുതൽ നമ്മുടെ പാലക്കാട് കാണാൻ പറ്റുള്ളൂ ഈ കിളികളുടെ സൗണ്ട് കാര്യങ്ങളെല്ലാം. പക്ഷെ പുറത്തിപ്പോൾ എറണാകുളം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താ ഫുള്ളും വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്താ ഒരു പ്രകൃതി രമണീയമായിട്ട് ഇപ്പൊക്കെ പറയുന്നല്ല കേട്ടോ, പക്ഷെ ശരിക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെന്താ ഇതാ പോണുണ്ടോ, ഇത് എൻ്റെ അനിയനാണ്, എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ അനിയനാണ്. അവനെന്താ വൈകുന്നേരങ്ങളിൽ കുശലം പറഞ്ഞിരിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോണ്ടപ്പോൾ അവൻ നേരെ തിരിച്ചുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വൈകുന്നേരം എന്ന് പറയുന്നത്. ഇവിടുത്തെ പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക. ബൈ.